കഴിച്ചു. നമ്മുടെ പഴയളം തിരുമേനിയുടെ സദ്യയായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പലതരം അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരിപ്പ് പായസം. സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് വരുമ്പോഴും പതിവുള്ളതുപോലെ തന്നെ നമ്മളൊരു നോർമൽ റൊട്ടീനായിട്ട് മെനു ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വളരെ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനും കഴിയുന്നു. എല്ലാവരും സന്തോഷം, ഞാനും സന്തോഷം. ഓക്കെ, എല്ലാം അടിപൊളിയാണ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നു. ചെന്നങ്ങൾക്കാരെല്ലാം തീർന്നിട്ടുണ്ടാവും. ചേട്ടാ ഹായ്, ഇവിടെ എന്താ പരിപാടി? ഐസ്ക്രീം കൊടുക്കുന്നുണ്ടല്ലേ? നമ്മുടെ പോലീസ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനകൾ ചേർന്ന് ഇവിടെ ഈ കലോത്സവം വരുന്ന കുട്ടികൾക്കും അവിടെ രക്ഷാകർത്താക്കൾക്കും കൂടെ വരുന്നവർക്കുമായി നടത്തുന്ന റിഫ്രഷ്മെന്റ് കൗണ്ടറാണ്. പൈസ ഒന്നും തരണ്ടല്ലേ? പൈസ തികച്ച സൗജന്യമാണ്. എല്ലാവരും ആദ്യത്തെ ടൈമാണോ? ഫസ്റ്റ് ടൈം? എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടായി? നമ്മുടെ ഈ സ്ഥലം തിരുവനന്തപുരം അടിപൊളിയല്ലേ? നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കലോത്സവ നഗരിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. അടിപൊളി പരിപാടികളും സൂപ്പർ കാഴ്ചകളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇവിടെ മാത്രമല്ല, ഇതിന് ചുറ്റും ഒരുപാട് സ്കൂളുകളിലും ഈ കലോത്സവം നടക്കുന്നുണ്ട്. നമ്മളിപ്പം നിൽക്കുന്ന പ്രധാന വേദിയായ വേദി നമ്പർ 1 സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന വേദിയുടെ അകത്താണ്. 1-ാം നമ്പർ വേദിയുടെ അകത്ത് ഒപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ മധ്യത്ത് കുറച്ച് സ്പേസ് ഇത്രയും നല്ല രീതിക്ക് ഒതുക്കി അങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോണേ പെട്ടെന്ന് പോവാം. ഇരിക്കുന്ന സ്ഥലം ഇതിന് സൈഡ് ബാരൽ കെട്ടിയിട്ട് ഇതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതുവഴി വേണമെങ്കിൽ ഫ്രണ്ടിൽ പോവാം. അപ്പോൾ ഫ്രണ്ടിൽ ചാനലുകാരും എല്ലാം ഷൂട്ടിങ്ങിലാണ്. അവിടെ കുറച്ച് കുട്ടികൾ ഇപ്പോൾ അവരവിടെ ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നിലോട്ട് വിടൂല. നമുക്ക് ഈ ഒരു ഇത്ര ഏരിയയിൽ ഇരുന്ന് കാണാം. പിന്നെ അങ്ങോട്ടൊക്കെ ഈ ചാനലുകാരും പത്രക്കാരും അങ്ങനെയൊക്കെയുള്ള ഒഫീഷ്യൽസും ഒക്കെയാണ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത്. ഹായ്, നമ്മുടെ കൂടെ ഇപ്പം ഒപ്പന കഴിഞ്ഞിറങ്ങിയ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, പ്രിയ. പ്രിയ ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. ബാക്കിയുള്ളവർ അവിടെ ഫോൺ ചെയ്യുന്നു, തിരക്കിലൊക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല ഉണ്ടായിരുന്നു, നല്ലോണം കളിച്ചിട്ട്. പിന്നെ എല്ലാവരും ആദ്യത്തെ ടൈമാണോ? ഫസ്റ്റ് ടൈം? ജില്ലയിലേക്ക് ഫസ്റ്റ് ടൈം. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടായി? നമ്മുടെ ഈ സ്ഥലം തിരുവനന്തപുരം അടിപൊളിയല്ലേ? പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ട്, ഈ രസവട, ദോശ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതൊരു ട്രൈ ചെയ്തില്ല. ട്രൈ ചെയ്യണം. റിസൾട്ട് ഒക്കെ ഇറങ്ങി ഫസ്റ്റ് ട്രൈ ചെയ്യണം. ഓക്കെ. RJ അഞ്ജലിയാണ് നിൽക്കുന്നത്. ആ കുടയും വെച്ച് മഞ്ഞ ഡ്രസ്സ് കണ്ടില്ലേ? RJ അഞ്ജലി. ഒരു ഗസ്റ്റ് ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതായിരുന്നു ഐറ്റം? ഓട്ടത്തുള്ളല്. ഞാൻ ഈ മേക്കപ്പ് കണ്ടപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. സംഭവം ഇനി റിസൾട്ട് അറിഞ്ഞിട്ടില്ല, ഇനി അറിയാം. അപ്പൊ അതിനുള്ള ടെൻഷനൊക്കെ ഉണ്ടോ? ഇല്ല, ടെൻഷനൊന്നുമില്ല. മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എവിടെന്നാ വരുന്നത്? പാലക്കാട് പാലക്കാട്. ഞാൻ ഇപ്പൊ പരിചയപ്പെട്ട എല്ലാവരും പാലക്കാടുള്ളവരാണ്. ഇപ്പൊ 3ാമത്തെ ആളെയാണ് ഞാൻ പാലക്കാടുള്ള പരിചയപ്പെടുന്നത്. ഇപ്പൊ ഞാൻ ഒപ്പന പരിചയപ്പെട്ടത് പാലക്കാടായിരുന്നു, പൂരക്കളി പരിചയപ്പെട്ടത് പാലക്കാടായിരുന്നു. പിന്നെ ഈ നമ്മുടെ സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടോ? തിരുവനന്തപുരം ആദ്യമായിട്ടാണോ സ്റ്റേറ്റ്? അല്ല, ഞാൻ കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ട്. കൊല്ലം. നമ്മുടെ നാട് കൊല്ലമാണ്. അപ്പം കൊല്ലത്തെ ഇതാ ഇഷ്ടപ്പെട്ട തിരുവനന്തപുരം ഇഷ്ടപ്പെട്ട? രണ്ടും ഇഷ്ടപ്പെട്ടു. കൊല്ലത്ത് കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു. നമ്മുടെ മമ്മൂക്കയൊക്കെ വന്ന് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടാണ് പോയത്. ഏറ്റവും ലാസ്റ്റ് ഡേ വന്നിട്ട്. ഇത് ആരൊക്കെയാണ്? അച്ഛനും അമ്മയും? പേരെന്താണ്? എന്റെ പേര് മുരളി എന്നാണ്. മോക്ക് ഇത് കൊച്ചിലെ തൊട്ടേ ഉണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി ടോട്ടൽ 11 വർഷമായിട്ട് കല അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടാ ഹായ്, ഇവിടെ എന്താ പരിപാടി? ഐസ്ക്രീം കൊടുക്കുന്നുണ്ടല്ലേ? നമ്മുടെ പോലീസ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനകൾ ചേർന്ന് ഇവിടെ ഈ കലോത്സവം വരുന്ന കുട്ടികൾക്കും അവിടെ രക്ഷാകർത്താക്കൾക്കും കൂടെ വരുന്നവർക്കുമായി നടത്തുന്ന റിഫ്രഷ്മെന്റ് കൗണ്ടറാണ്.
പൈസ ഒന്നും തരണ്ടല്ലേ? പൈസ തികച്ചും സൗജന്യമാണ്. നല്ല കിടിലം നമ്മുടെ മാംഗോ ഐസ്ക്രീമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പം പരിപാടി കഴിഞ്ഞ് കുട്ടികളൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു ചൂടിന്റെ ഇടയിൽ കുട്ടികൾക്ക് ഒരു ആശ്വാസം. നമ്മുടെ പിള്ളേരെല്ലാം ഐസ്ക്രീം കഴിച്ച് ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഏതായാലും കൊള്ളാം, ഇങ്ങനെ ഐസ്ക്രീം കൊടുക്കുന്നത്. അതും നല്ല കനത്ത ചൂടിൽ. ഇപ്പൊ നല്ല ചൂടാണ് കേട്ടോ. അതിന്റെ ഫ്രണ്ടിൽ വെള്ളവും ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഹായ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫുഡ് കമ്മിറ്റി ഓഫീസിന്റെ അവിടെയാണ്. അപ്പൊ ഇതിന്റെ അകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പഴയടം നമ്പൂതിരിയുടെ അകത്ത് പാചകപ്പുരയിലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം കൊല്ലത്ത് ഈ ഒരു കലോത്സവം നടന്നപ്പോഴും നമ്മൾ പുള്ളിയെ പരിചയപ്പെട്ടായിരുന്നു. പാചക വിശേഷവും കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരക്കിയതായിരുന്നു. അപ്പൊ ഈ വർഷവും ഇവിടെ തിരുവനന്തപുരത്താണ്. അപ്പൊ നമുക്ക് പുള്ളിയുടെ അടുത്ത് നിന്നിട്ട് പാചകപ്പുര പുള്ളി തിരക്കിലായിരിക്കും എങ്കിലും നമുക്ക് കണ്ട് വിശേഷവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിക്കാം. അത് സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് വരുമ്പോഴും പതിവുള്ളതുപോലെ തന്നെ നമ്മളൊരു നോർമൽ റൊട്ടീനായിട്ട് മെനു ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വളരെ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനും കഴിയുന്നു. എല്ലാവരും സന്തോഷം, ഞാനും സന്തോഷം. ഓക്കെ, എല്ലാം അടിപൊളി. ഞാൻ ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നു. ചെന്നൈക്കാരെല്ലാം തീർന്നിട്ടുണ്ടാവും. ഓക്കെ, താങ്ക്സ്. പുള്ളി ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടെയും നല്ല തിരക്കിലാണ്. ചോറൊക്കെ കണ്ടില്ലേ ഇവര് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഓരോ ഏരിയ ഇങ്ങനെ ഫില്ലായി ഫുഡ് ഇങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ അവിടെ കൊടുക്കുന്നു. അങ്ങനെ മൊത്തം ബിസിയാണ്. ആ ഒരു ബിസിയുടെ ഇടയ്ക്കാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് കേരള പോലീസിലെ നമ്മുടെ സാറന്മാരാണ് ഇവിടെ ഫുള്ള് കണ്ടില്ലേ നിൽക്കുന്നത്. കേരള പോലീസ് ശക്തമായിട്ട് കൂടെയുണ്ട്. ഇപ്പൊ എവിടെ നോക്കിയാലും ഉണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേരള പോലീസ്. ഐസ്ക്രീം ഒക്കെ കൊടുത്ത് കുട്ടികളുടെ കൂടെ വെള്ളം കൊടുത്ത് അങ്ങനെ എല്ലാത്തിനെയും ഹെൽപ്പിനായിട്ട് കേരള പോലീസ് കൂടെയുണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം ആ ഒരു ഇത് കണ്ടില്ലേ. ഇവിടെ എന്തോ പരിപാടി? ഞങ്ങളോ? ഞങ്ങള് പപ്പടം അതിന്റെ കവർ പൊടിച്ച് സഹായിച്ചു കൊടുക്കുക. ഇതില്ലേ പപ്പടം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രാത്രി പപ്പടം ഉണ്ടല്ലേ? ഉച്ചയ്ക്കുള്ള ഇപ്പോഴും ഉച്ചയ്ക്ക് ഇപ്പോഴുള്ള പപ്പടമാണ്. കണ്ടില്ലേ, നല്ല തിരക്കാണ്. എല്ലാവരും ഫുൾ ബിസിയാണ്. കണ്ടില്ലേ, ഇവിടെ പാലും തൈരും ഒക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യുന്നു. എല്ലാവരും തിരക്കിലാണ്. പാചകം ഇവിടെ പഴയടം നമ്പൂതിരിയുടെ ആൾക്കാരാണ് എല്ലാവരും. പാചകശാല എപ്പോഴും പണിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിയുമ്പോൾ പിന്നെ രാത്രി ഈവനിങ് സ്നാക്സ്, പിന്നെ അത് കഴിയുമ്പോൾ രാവിലെ ഉള്ളത്, പിന്നെ റൊട്ടേറ്റ് അല്ലേ. ഇവർക്കൊന്നും ഒരു റെസ്റ്റും ഇല്ല. അവിടെ നമ്മുടെ കേരള പോലീസാണ് എല്ലാത്തിനും ഹെൽപ്പായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥര് സാറന്മാരാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. അവരും കേരള പോലീസ് എല്ലാത്തിനും ഹെൽപ്പിനുണ്ട് കൂടെ. ചോറൊക്കെ എടുത്ത് കൊടുക്കാനും എല്ലാത്തിനും ഒക്കെ ആയിട്ട് കണ്ടില്ല. ഇവിടെ ഒരാള് നല്ല രീതിക്ക് ഒരുപാട് പേര് ഇവിടെ നിന്നാൽ മാത്രമേ കാര്യങ്ങൾ പടപടാന്ന് നടക്കുകയുള്ളൂ. അവിടെ നിന്ന് സദ്യയൊക്കെ പകർത്തി ഇവിടെ ഓരോ ഏരിയയിലും കൊണ്ടുവന്ന് വെക്കും. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ കൗണ്ടറിലും ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഓരോ കൗണ്ടറും ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അടുത്ത കൗണ്ടറിലോട്ട് ആൾക്കാരെ കയറ്റും. കണ്ടില്ലേ, ഓരോ കൗണ്ടറിനും ഇങ്ങനെ ഓരോ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നമ്മുടെ ഭക്ഷണശാല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കുന്ന ഫുഡിന്റെ പന്തലിന്റെ അകത്താണ് നിൽക്കുന്നത്. ഒരുവിധം ഇവിടെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ തീർന്നു. അവസാനത്തെ പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോറൊക്കെ തീർന്നു. നമ്മൾ വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. കണ്ടില്ലേ, മോര്, തോരൻ, ചോറ്, സാമ്പാർ, ഒരുപാട് കറികളും ഉണ്ട്. സംഭവം നമ്മൾ ഇനി ചെന്നാലും ചോറ് കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് പോയി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കമോൺ.
നമുക്ക് കുറച്ച് ടീച്ചർമാരെ പരിചയപ്പെടാം. അവരൊക്കെ ഇപ്പം ഓരോ ഏരിയയും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഏരിയ ഈ ടീച്ചർമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, പേരെങ്ങനെ? വിമല, എവിടെ വർക്ക് ചെയ്യും? നെയ്യാറ്റിൻകര BRC. നെയ്യാറ്റിൻകരയിൽ. ടീച്ചർ? ആ, ആറ്റിങ്ങല്. നമ്മള് പരവൂരാണ് വർക്ക് ചെയ്യുന്ന. ആറ്റിങ്ങല് പക്കത്ത് അടുത്താണ് കവലയൂർ. അപ്പൊ കഴിഞ്ഞ വർഷം കൊല്ലത്ത് അടിപൊളിയായിരുന്നു സദ്യ. അപ്പൊ ഇവിടെ വന്നപ്പോ തിരുവനന്തപുരത്ത് വന്നപ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം നല്ല തിരക്ക്. അല്ലെങ്കിൽ തിരുമേനിയുടെ സദ്യയും പാചകമൊക്കെ പേര് കേട്ടതാണ്. അത് തിരുവനന്തപുരംകാർക്ക് പറ്റിയ ഒരു സ്വർണ്ണ അവസരമാണ് ഈ ഒരു പാചകം. എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം ആ ഒരു സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ എത്തിയവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ വിളമ്പുന്നു, ഫ്രീ ആവുമ്പോ ഇനി കഴിക്കും. ഇതുവരേക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലേ? എല്ലാം കഴിക്കാൻ സമയം കുറവാണ്. അത് കഴിയുമ്പോ പിന്നെ വൈകുന്നേരത്തെ ഇതിനുള്ള ടൈം ആവും. പിന്നെ അത് കഴിയുമ്പോ രാത്രിയിലത്തെ ഫുഡിനുള്ള ടൈം ആവും. ഫുള്ള് ബിസി ആയിരിക്കും. ഏതായാലും അടിപൊളി കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പഴയയിടത്തിന്റെ രുചി അറിയാനായിട്ട് നമ്മൾ ഭക്ഷണശാലയിലോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സീറ്റ് കിട്ടി. നല്ല ചൂടുവെള്ളവും തൊടുകറികളൊക്കെ ഉണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം സമയം 3 മണിയോളം ആവാറായി. അതുകൊണ്ടാണ് ഫുഡ് ഉച്ചയ്ക്ക് തുടങ്ങിയത്. അപ്പം വൈകിട്ട് സ്നാക്സിനുള്ള സമയം. എപ്പോഴാണ് നമ്മൾ ചോറിനാൻ കയറുന്നത്. പപ്പടം തോരനൊക്കെയാണ്. പിന്നെ ഒരു അച്ചാറുണ്ട്, തൊടുകറി, പച്ചടി, ചോറ് വരുന്നത്. ചോറ് അങ്ങനെ നമ്മുടെ ചോറ് വന്നു. പരിപ്പല്ല, അടുത്തത് സാമ്പാറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ പറയാം. നീ ഫുഡ് കഴിക്കട്ടെ. പക്ഷെ ഒന്ന് കുടലേരിയിരിക്കുകയാണ്. നമ്മുടെ പഴയടം നമ്പൂതിരിയുടെ സദ്യ എങ്ങനെയുണ്ടാവും നോക്കട്ടെ. കണ്ടില്ലേ, ഇത് നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകുന്ന ഒരു ഏരിയയാണ് പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ അകത്ത്. അപ്പം കുട്ടികൾക്ക് ഇവിടെ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ചെന്ന് വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട്. കണ്ടില്ലേ, ഇത് എനിക്ക് തോന്നുന്നു തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ്. ഒരു ഹായ് പറയൂ എല്ലാവരും കൂടി. നമ്മുടെ തിരുവാതിര കളി കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ ഇവിടെ വിശ്രമിക്കുന്നു. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എവിടെ നിന്ന് വരുന്നു? മലപ്പുറം. എല്ലാവരും മലപ്പുറം. ഏത് സ്കൂളാണ്? പൂക്കടത്ര. ഗ്രേഡ് ഇറങ്ങിയായിരുന്നു. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ്. ഇപ്പം ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പഴയടം തിരുമേനിയുടെ സദ്യയായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പലതരം അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരിപ്പ് പായസം. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുവാണ്? ഞങ്ങളിപ്പോ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് നാളൊക്കെ 2 ദിവസമായിട്ടുള്ളൂ. നാളെ മറ്റാളെ തിരുവനന്തപുരം അടിച്ച് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ട്. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. അല്ല, ഞങ്ങള് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് പോകാറുണ്ട്. 3 വർഷം. ഞങ്ങളുടെ സ്കൂള് 20 വർഷമായിട്ട് തിരുവാതിര പോക്കുണ്ട്. ഞങ്ങളിപ്പോ 3ാമത്തെ വർഷമാണ്. സ്കൂളിൽ നിന്ന് 20 വർഷമായിട്ട് തിരുവാതിരയ്ക്ക് വരുന്ന സ്കൂളിൽ നിന്നാണ് ഇവര് വരുന്നത്. ഇപ്പൊ ഇവര് വരുന്നത് 3ാമത്തെ തവണയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം കൊല്ലത്തുണ്ടായിരുന്നു. കോഴിക്കോട്. നമ്മുടെ നാട് കൊല്ലമാണ്. കൊല്ലം എങ്ങനെ? അടിപൊളിയല്ലേ? കൊല്ലത്തും സൂപ്പർ ഫുഡാണ്. സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. പൊസിഷൻ നമ്മള് അപ്പൊ കൊല്ലം നിങ്ങൾക്ക് ഒരു ലക്കി പ്ലേസ് ആയിരുന്നു. അതെ അതെ. അപ്പം ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന പൂരക്കളി കഴിഞ്ഞിറങ്ങിയ കുറച്ച് കുട്ടികളാണ്. പാലക്കാട് നിന്ന് വന്ന കുട്ടികളാണ്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നന്നായിരുന്നില്ലേ? പിന്നെ നമ്മുടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? തിരുവനന്തപുരം. എഴുന്നേറ്റോ. പിന്നെ ഐറ്റം പൂരക്കളി. ആരാ ലീഡർ? ആരാ? ഹായ്, പേരെങ്ങനെയായിരുന്നു? അമിത് സെൻ. എല്ലാവരും ഒരു സ്കൂളാണോ? അതെ. ഏത് സ്കൂളാണ്? BSS ഗുരുകുലം ആലത്തൂർ. എല്ലാം സ്ഥലമൊക്കെ സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആഹാരമൊക്കെ സൂപ്പറാ. നിങ്ങളെ ഇത് പഠിപ്പിച്ച സാറാണോ? ഇൻചാർജുള്ള. പിന്നെ ഇത് എത്ര ദിവസത്തെ, എത്ര നാളത്തെ പ്രാക്ടീസ് ആണ്? 6 മാസത്തോളം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഇത് റിസൾട്ട് ഇറങ്ങിയായിരുന്നു. എ ഗ്രേഡ് ഉണ്ട്. ഹയർ സെക്കൻഡറി ടീമിലെ ഒരു അംഗമാണ്. അവർക്ക് എ ഗ്രേഡ് തന്നെ. 2 പേർക്ക് എ ഗ്രേഡ്. ഓ, അടിപൊളി കേട്ടാ പിള്ളേര്. നിങ്ങളപ്പം ഇനി ഇത് മാത്രമല്ല, ഇനിയും പൊളിക്കണം കേട്ടാ.
ഏതായാലും നമ്മുടെ ചാനലിന്റെ വക ഇവർക്ക് ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് കിട്ടില്ല. അടുത്ത വർഷം ഫസ്റ്റ് വരട്ടെ. ഓക്കെ, ടാറ്റ. കലോത്സവത്തിൽ അടയാളപ്പെടുത്തൂ നിങ്ങളുടെ വാക്കുകൾ. അതായത് നമ്മുടെ ഏതാണ് മാതൃഭൂമിയുടെ ഒരു മത്സരമാണ്. ഇവിടെ ഇങ്ങനെ ഒരു രൂപമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടാ. ഓക്കെ, ഒരു രസമുണ്ടല്ലേ. അപ്പൊ നമ്മുടെ കലോത്സവ വേദി 1-ന്റെ ഫ്രണ്ടിലാണ് കേട്ടാ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഓരോ കുട്ടികളും മത്സരം കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. വേദി 1-ല് നടന്നുകൊണ്ടിരിക്കുന്ന ഒപ്പനയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ തുടങ്ങിയ മത്സരമാണ്. ഓരോന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, നമ്മുടെ തലസ്ഥാന നഗരി കലാനഗരിയായിട്ട് മാറിയിരിക്കുകയാണ്. കലോത്സവം നടന്ന് ആകെ ജഗ പുകയുടെ അട്ടിപ്പൊളി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് അവിടെ ഈ മത്സരം കഴിഞ്ഞ് വന്ന പിള്ളേർക്ക് ഐസ്ക്രീം കൊടുക്കുന്നു. അതൊന്ന് നോക്കട്ടെ. ഇത് കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കലാപ്രതിഭകൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ബാനറും വെച്ചിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നു. സംഭവം ദൂരദർശൻ്റെ വണ്ടിയാണ്. ദൂരദർശൻ്റെ അവതാരകൻ ഇവിടെ നിന്ന് ഒരു ഇൻട്രോ കൊടുത്തിട്ട് കാറിൽ കയറി പോകുന്ന സീൻ ഷൂട്ട് ചെയ്തതാണ്. ദൂരദർശനിലൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ, അതുകൊണ്ട് ക്യാമറമാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. നമ്മുടെ പൂരക്കളിയുടെ പിള്ളേർ 24 ചാനലിൻ്റെ അവിടെ അവർക്ക് ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പിള്ളേരാണ്. മക്കളെ ഏത് ജില്ലയാണ്? പാലക്കാട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റിസൾട്ട് ഇറങ്ങിയില്ലല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കാഴ്ചയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രണ്ടുപേരും ഊഞ്ഞാലാടുന്നുണ്ട്, അവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഇടയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയും കാഴ്ചയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ സൈനിങ് ഓഫ്. ഒരു ഊഞ്ഞാലുണ്ടായിരുന്നെ നമുക്ക് കൂടെ ആടായിരുന്നില്ലേ.